ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയമായി ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കുന്നത് 9 വർഷക്കാലം കേരളത്തിൽ അധികാരത്തിൽ തുടരുന്ന, ഒരുപക്ഷെ കേരളത്തിൽ ഒരു ഭരണാധികാരിക്കും ലഭിക്കാതിരുന്ന സാഹചര്യം തുടർഭരണത്തിനൊരു മുഖ്യമന്ത്രിക്ക് അവസരം ലഭിച്ചുവെങ്കിൽ അങ്ങനെ അവസരം ലഭിച്ച കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഈ ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി അതിശക്തമായ താക്കീത് നൽകാനുള്ള കേരളത്തിലെ ജനങ്ങളുടെ പ്രതിഷേധത്തിന്റെ പ്രതീകാത്മകമായിട്ടുള്ള അവസരമാണ് സത്യത്തിൽ നിലമ്പൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ സമ്മതിദായകരായിട്ടുള്ള നിങ്ങൾക്ക് ഈ അവസരത്തിൽ ലഭിച്ചിട്ടുള്ളത്. 9 വർഷം സഹകരിച്ചില്ലേ, ഇനിയിപ്പോ എന്തായാലും ക്ഷമിച്ചേ പറ്റുള്ളൂ. ഞങ്ങൾ തുടക്കത്തിൽ തന്നെ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി പറഞ്ഞു, ഇത് 9 വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന CPM-ന്റെ നേതൃത്വത്തിൽ, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ വിലയിരുത്തലായിരിക്കും എന്ന കാര്യം ആവർത്തിച്ച് അസന്നിഗ്ധമായി കൺവെൻഷനിൽ പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കുഴപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കല്ല, പിണറായി വിജയന് മാത്രമാണ് കുഴപ്പം. കാര്യം അച്ചുമാമന്റെ തണലില് 5 വർഷം ഇരുന്ന് ജലസേചനം ചെയ്തപ്പോഴത്തേക്കൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. ഇപ്പോഴാ കുഴപ്പം വന്നു ഈ 9 വർഷം കൊണ്ട്. ഇനി പോരട്ടെ. ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള അതിശക്തമായ ജനവികാരം ഇന്ന് സംസ്ഥാനത്തിന്റെ മുക്കിലും മൂലയിലും രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രത്യേക പശ്ചാത്തലത്തിൽ പൊതു നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേവലം 1 വർഷം പോലും ബാക്കിയില്ലാതിരിക്കുന്ന സാഹചര്യം, പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ, ആ സാഹചര്യത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന രാഷ്ട്രീയ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ ഭരണത്തിന്റെ അവസാനം കുറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ജനകീയ താക്കീതായി നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് മാറ്റണം എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യമായിട്ടുള്ള രാഷ്ട്രീയം. ഇത് ജനങ്ങളുടെ ജോലിയാണ്. പ്രതിപക്ഷത്തിരിക്കുന്ന കതറിട്ട കോൺഗ്രസുകാരുടെയും UDF-ന്റെ ഒന്നും ചുമതല ഇതെല്ലാം ജനങ്ങൾ ചെയ്തോളണം. പോരട്ടെ. ഈ തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടുണ്ടായി? ഐക്യജന ഏതെങ്കിലും ഒരു നിയമസഭാംഗം ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ സാധാരണഗതിയിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത് പോലെയാണോ ഈ പ്രാവശ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായത്? കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഇടതു ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയോടുകൂടി നിലമ്പൂർ മണ്ഡലത്തിൽ മത്സരിച്ച് നിയമസഭാംഗമായിരുന്ന ജനപ്രതിനിധി, അദ്ദേഹം ഒരു പ്രത്യേക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ, പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ നിയമസഭാംഗത്വം രാജിവെച്ചു. പ്രത്യേകിച്ച് സാഹചര്യമൊന്നും ഇല്ലായിരുന്നു. വാപ്പയും മോനും കൂടെ ഒന്ന് പിണങ്ങി, അതിൻ്റെ ഇടയിൽ നിങ്ങൾ കോലിട്ടങ്ങ് കയറ്റി, ഇത്രയേ ഉള്ളൂ. ആ നിയമസഭാംഗത്വം രാജിവെക്കാൻ ഇടയായിട്ടുള്ള രാഷ്ട്രീയ കാരണങ്ങൾ നിരവധി പ്രാവശ്യം അദ്ദേഹം മാധ്യമങ്ങളിലൂടെ പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്തു. അദ്ദേഹം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പ്രശ്നങ്ങൾ സത്യത്തിൽ കേരളത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 9 വർഷക്കാലമായി ഈ ഗവൺമെന്റിനെതിരായി നിയമസഭയ്ക്കകത്തും പുറത്തും നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള വിഷയങ്ങളാണ് രാജിക്ക് ആധാരമായി, രാഷ്ട്രീയ നിലപാടിന് മാറ്റമായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ചുരുക്കത്തില് ജയിച്ച അൻവർ രാജിവെച്ച് തോക്കുകയും ചെയ്യും, തോറ്റ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുകയും ചെയ്യും. ഈ പ്രശ്നങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്ന അൻവറിന്റെ കാര്യം സ്വാഹ. ഒരിക്കൽ തോറ്റ സ്വരാജ് വീണ്ടും ഒന്നുകൂടി തോറ്റ് ഭംഗിയായിട്ട് തോക്കും. അതുകൊണ്ട് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് ഇത്തരത്തിലൊരു ഉപതെരഞ്ഞെടുപ്പ് ഇടയായതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഞങ്ങളല്ല, മറിച്ച് ഇന്ന് കേരളം ഭരിക്കുന്ന CPM-ന്റെ നേതൃത്വത്തിലുള്ള ഇടതു ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്. ഇവിടെ നേരത്തെ ശ്രീ ദേവരാജൻ സൂചിപ്പിച്ചു 9 വർഷക്കാലം. ഞങ്ങൾ ചോദിച്ചു, ഈ 9 വർഷക്കാലത്തെ ഈ ഗവൺമെന്റിന്റെ മുഖമുദ്ര അഴിമതിയും ധൂർത്തും കെടുകാര്യസ്ഥതയും സ്വജനപക്ഷപാതവുമല്ലാതെ കേരളത്തിന്റെ സമഗ്രമായ വികസനോന്മുഖ പ്രക്രിയയിൽ
എടുത്തു പറയാൻ പര്യാപ്തമായിട്ടുള്ള ഏതെങ്കിലും ഒരു വികസന നേട്ടം കേരളത്തിന്റെ മുമ്പാകെ സമർപ്പിക്കാൻ പിണറായി വിജയൻ ഗവൺമെന്റ് ഉണ്ടോ? സ്വന്തം കൊച്ചില്ല, എടുത്തു വളർത്തിയ കൊച്ചുണ്ട്, കണ്ടൂടെ? അത് വിഴിഞ്ഞം മുതൽ ദേശീയപാത വരെയുള്ള കേരളത്തിന്റെ വൻകിട വികസന പദ്ധതികൾ ഒന്നൊന്നായി പരിശോധിച്ചാൽ ഏതെങ്കിലും ഒരു വികസന സംരംഭത്തിന്റെ പിതൃത്വം നിരന്തരം സമൂഹ മാധ്യമങ്ങളിലൂടെ ഉയർന്നു വരുന്ന ചോദ്യം, ഈ 9 വർഷക്കാലത്തെ ഭരണകാലയളവിനിടയിൽ തുടങ്ങി പൂർത്തീകരിച്ച ഏതെങ്കിലും ഒരു പദ്ധതിയുടെ പേര് ഇന്ന് ഈ ഗവൺമെന്റിന് നിങ്ങളുടെ മുമ്പാകെ വെക്കാൻ കഴിയുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. ഈ വിഴിഞ്ഞം പദ്ധതി ആദ്യം കൊണ്ടുവന്ന് ക്യാബിനറ്റ് അംഗീകരിച്ച് ഒരു പ്രതീകാത്മക ഉദ്ഘാടനമൊക്കെ നടത്തിയ സമയത്ത് ശ്രീ NK പ്രേമചന്ദ്രൻ അച്ചുമാമന്റെ മന്ത്രിസഭയിൽ കൃത്യമായിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഈ ഡീല് ചെയ്ത ആള് ഇപ്പൊ ED കസ്റ്റഡിയിൽ ജയിലിലാണ്. വല്ലപ്പോഴും പോയി കാണണേ പ്രേമേന്ദ്രൻജി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ വർഗ സ്വഭാവം ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ നിരന്തരം പറയുന്നതാണ്, ഇടതുപക്ഷ രാഷ്ട്രീയ സ്വഭാവം നഷ്ടപ്പെട്ട ഇടതു നയവ്യതിയാനത്തിന്റെ പ്രതീകമാണെന്ന് കേരളത്തിലെ CPM. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തിന് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചില്ല, മതിയായ പരിഗണന പ്രതിപക്ഷത്തിന് കൊടുത്തില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്, ശ്രീ നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു നയാ പൈസയുടെ പോലും ഇൻവെസ്റ്റ്മെന്റ് കേന്ദ്രത്തിനില്ലാത്ത, കേന്ദ്ര ഗവൺമെന്റ് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാതിരുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചതിന് ശേഷം സ്വാഗത പ്രസംഗത്തിൽ തുറമുഖത്തിന്റെ ചുമതലയുള്ള മന്ത്രി ശ്രീ VN വാസവൻ പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നു. അംഗം മുഖ്യമന്ത്രിയായിട്ടുള്ള ഈ സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ച് പറയുന്നു, ഒരു ബഹുരാഷ്ട്ര കുത്തക കമ്പനിയുടെ ഇന്നലെ വരെ ഗൗതം അദാനിക്കെതിരായി നിരന്തരമായി സമരത്തിലേർപ്പെട്ടിരുന്നവർ, 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് കച്ചവടം എന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടിക്കെതിരെ ആക്ഷേപത്തിന്റെയും ആരോപണത്തിന്റെയും കൂരമ്പുകൾ ചെയ്തവർ, ഈ പദ്ധതി റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണ് എന്ന് ദേശാഭിമാനിയിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ അച്ചുനിരത്തിയവർ, UDF ഗവൺമെന്റിന്റെയും ഉമ്മൻചാണ്ടിയുടെയും ശ്രമകരമായ പ്രവർത്തനത്തിലൂടെ മാത്രം ആരംഭിച്ച് സാധ്യമാക്കാൻ കഴിഞ്ഞ കേരളത്തിന്റെ സർവതോമുഖമായിട്ടുള്ള സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായകരമാകുന്ന വിഴിഞ്ഞം പദ്ധതി അത് പൂർത്തീകരിച്ചപ്പോൾ, അത് പ്രാവർത്തികമാക്കിയപ്പോൾ ഗവൺമെന്റിന്റെ പങ്കാളിയായി ഗൗതം അദാനി മാറി. 2 കാര്യങ്ങൾ. ഒന്ന്, ഒരെണ്ണത്തിന്റെ ഉത്തരം അദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ തന്നെയുണ്ട്. രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയാണ്. വെറുതെ പാർട്ടി ചാടി അപ്പുറത്തുനിന്ന് ഇപ്പുറത്തെ ആൾ വന്നതല്ല. 141 കോടി ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുത്ത പ്രധാനമന്ത്രിയാണ് ഉദ്ഘാടനത്തിന് വരുന്നത്. ഈ പ്രേമേന്ദ്രൻജി കല്യാണത്തിന് പോകുന്ന എല്ലാ വീട്ടിലെയും സ്ത്രീധനം ഇദ്ദേഹമാണ് കൊടുക്കുന്നതെന്നാണ് എനിക്ക് ഈ പറഞ്ഞത് കേട്ടിട്ട് തോന്നുന്നത്. ഈ രണ്ടാമത്തെ കാര്യം, റിയൽ എസ്റ്റേറ്റ് കച്ചവടം. ശ്രീ പ്രേമചന്ദ്രൻജി അംഗമായിരുന്ന ക്യാബിനറ്റ്, അച്ചുമാമന്റെ ക്യാബിനറ്റ് 22,000 ഏക്കർ ഭൂമിയാണ് വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി നോട്ടിഫൈ ചെയ്ത 22,000 ഏക്കർ ഭൂമി. ഇതിന്റെ റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിനല്ലായിരുന്നു, അത് തട്ടുകടയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. ഇത് ആരെ പറ്റിക്കുന്ന നിങ്ങൾ? രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പരസ്യമായി പറയുന്നു, ഇതാണ് രാജ്യത്ത് വന്ന മാറ്റം. എന്ത്? ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ്, ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഗവൺമെന്റ്, സ്വകാര്യ മൂലധന കോർപ്പറേറ്റ് കമ്പനിയുടെ ഉടമ ഞങ്ങളുടെ പങ്കാളിയാണ് എന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് പറയുന്നതാണ് കാലത്തിന്റെ മാറ്റം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് അപമാനമാണ്. അതാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത്. അത് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പിന് ആധാരമായ, രാജിക്ക് ആധാരമായ കാരണമായി ഉന്നയിക്കപ്പെട്ടതും അത് തന്നെയാണ്. സാറ് കമ്മ്യൂണിസം പഠിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. കമ്മ്യൂണിസത്തിന്റെ മാർപ്പാപ്പ എഴുതിയിട്ടുള്ള ഒരു കാര്യം, മാറ്റമല്ലാതെ ബാക്കി എല്ലാത്തിനും മാറ്റം ഉണ്ടാവുന്ന, മാറ്റത്തിന് മാത്രം മാറ്റം ഉണ്ടാവില്ല, ബാക്കിയെല്ലാം മാറുമെന്നാണ് പറഞ്ഞേക്കുന്നത്. മാറിയേ പറ്റുള്ളൂ. അല്ലാതെ അത് അമിത്ഷായ്ക്ക് അറിയാം, വാസവനറിയാം. ഇദ്ദേഹം കൂടെ കുറച്ചു കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ് ഒക്കെ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. അതുകൊണ്ട് പാർട്ടിയുടെ സമഗ്രാധിപത്യം, പാർട്ടിക്കാരല്ലാത്തവർക്ക് കേരളത്തിൽ ഒരു നിവർത്തിയുമില്ല എന്ന സ്തുതി, അതുപോലെ കുടുംബാധിപത്യം, ഞാൻ അതിന്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് ഈ അവസരത്തിൽ പോകുന്നില്ല, പോകാതിരിക്കുന്നതാണ് നല്ലത്.
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമഗ്രാധിപത്യം തുടങ്ങിയിട്ട് ഇന്ന് കൃത്യം 9 വർഷമായി. അതിനു മുമ്പ് വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സമഗ്രാധിപത്യമേ ഇല്ലായിരുന്നു. എത്ര കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഫീസിൽ കിടന്ന് ഉറങ്ങിയ ആളാണ് ഈ പറയണതെന്ന് കേട്ടാൽ ഞാൻ നമുക്ക് തന്നെ ചിരി വരും. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ ഉപനേതാവ് ബഹുമാനപ്പെട്ട ജനാബ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ സന്തോഷത്തോടെ പറയുമ്പോൾ അതും പറയണം. കർത്തായുടെ കണക്ക് പുസ്തകത്തിൽ പേരുള്ള ചെന്നിത്തലാജിയുടെ കൂടെയും അന്തരിച്ച ഓസിയുടെ കൂടെയും പേരുള്ള ഒരേ ഒരു വ്യക്തിയാണ് നമ്മുടെ ജനാബ് കുഞ്ഞാലിക്കുട്ടി സാഹിബ്. ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ എൻ്റെ സംസാരം ചുരുക്കുന്നു. ഞാൻ സൂചിപ്പിച്ചത് പാർട്ടി സമഗ്രാധിപത്യം, കുടുംബ സമഗ്രാധിപത്യം, ഗുരുതരമായ അഴിമതി ക്രമക്കേട് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ഇന്നലെയാണ് അഴിമതി ഉദാഹരണങ്ങൾ ഏതെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ഈ അഴിമതിക്കൊക്കെ എതിരായിട്ട് കഴിഞ്ഞ 9 വർഷത്തിനിടയ്ക്ക് പ്രതിപക്ഷത്തിന്റെ കയ്യിലുള്ള ഭരണഘടനാപരമായിട്ടുള്ള ഏറ്റവും വലിയ ആയുധമാണ് അവിശ്വാസ പ്രമേയം. ഈ 5 വർഷത്തിനിടയ്ക്ക് ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് ഈ കാണിച്ച നിയമലംഘനങ്ങളെല്ലാം നിയമസഭയിൽ കയറി പരിശോധിക്കാനും ചർച്ച ചെയ്യാനുള്ള ഒരു അവസരം 5 വർഷം ഉണ്ടായിരുന്നു. ഈ 4 വർഷത്തിനിടയ്ക്ക് ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? UDF കൊണ്ട് പറ്റില്ല. കാര്യം കുഴൽനാട എണീക്കുമ്പോഴത്തേക്ക് ചെന്നിത്തല ഇരിക്കും, ചെന്നിത്തല എണീക്കുമ്പോൾ കുഴൽനാട ഇരിക്കും. ഇത് ആരുടെ കുഴപ്പമാണ്? ഞങ്ങളുടെ കുഴപ്പം. ഇവിടെ പറയാൻ വിശദീകരിക്കാൻ സമയമില്ല. വരും ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം. എത്ര അഴിമതിയാണ്! ഏറ്റവും ഒടുവിൽ 2.74 കോടി രൂപ എറണാകുളത്തെ സ്വകാര്യ കമ്പനിയിൽ നിന്ന് ഒരു സേവനവും നൽകാതെ മകൾ കൈപ്പറ്റി എന്ന് പറഞ്ഞ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ കേസെടുത്ത് കോടതിയിൽ ചാർജ് ഷീറ്റ് ഫ്രെയിം ചെയ്തിരിക്കുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ ശിവശങ്കരൻ, പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറി ശ്രീ ശിവശങ്കരൻ 105 ദിവസം കൽത്തുറുങ്കിനകത്ത് കിടന്നു. ആരാ പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറി? മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നയാൾ. ഇതിനൊക്കെ എതിരായിട്ട് സമരം ചെയ്യണമെങ്കിൽ നമ്മൾ ശ്രീലങ്കയിൽ നിന്ന് സമരനായകരെ കൊണ്ടുവരേണ്ടി വരും. ഇവിടെയുള്ള UDF നേതാക്കൾക്കൊന്നും ഇതിനുള്ള സമയമൊന്നും ഇല്ല കേട്ടോ. പിന്നെ കുടുംബാധിപത്യം, സമഗ്രാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഈ RSP ബിക്കകത്തില്ലേ ഇല്ല. അത് ഒരു ബി എന്ന് പറയുമ്പോൾ ബോൾഷെവിക്കാണ് കേട്ടോ. അത് പിന്നെ വേറൊന്നും അല്ല. അത് ബി എന്ന് പറഞ്ഞാൽ ബോൾഷെവിക്കാണ്. മറ്റൊരു പ്രിൻസിപ്പൽ സെക്രട്ടറി കിഫ്ബിയുടെ ചെയർമാൻ KM എബ്രഹാം, ആ മുഖ്യമന്ത്രിയുടെ രണ്ടാമത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരായി CBIയുടെ കേസ്. എന്തിനേറെ പറയുന്നു, കരുവന്നൂരിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആ കേസിന്റെ മെറിറ്റ്സിനെ സംബന്ധിച്ച് ഡീമെറിറ്റ്സിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി ഗുരുതരമായ അഴിമതി ആരോപണത്തിന് CPMന്റെ മുൻ ജില്ലാ സെക്രട്ടറിമാർ, 3 ജില്ലാ സെക്രട്ടറിമാരെ കൂടാതെ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ ഗുരുതരമായ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് ചാർജ് ചെയ്യപ്പെട്ട കേസിൽ പാർട്ടി പ്രതിയായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനുമപ്പുറത്തേക്ക് അഴിമതിയുടെ ഉദാഹരണങ്ങൾ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണോ? ഇത് നിലമ്പൂരെ പറയാൻ പറ്റത്തുള്ളൂ. ലോക്സഭയിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്തിരിക്കുന്ന രാധാകൃഷ്ണനാണ് പ്രതി, കഴുത്തിന് കയറി പിടിക്കും. അവിടെ കൂട്ടുകാരാണല്ലോ, ഒരുമിച്ചാണല്ലോ ചായ കൂടിയൊക്കെ. നടക്കട്ടെ. അങ്ങനെ സകല മേഖലയിലും ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഒരു അധോലോക മാഫിയ സംഘം. കേരളം ക്രമസമാധാന തകർച്ചയുടെ നാടായി മാറിയിരിക്കുന്നു. ഞങ്ങളുടെ ജില്ലയിൽ ഈ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ നടന്നിട്ടുള്ള കൊലപാതകങ്ങൾ, മകൻ ഉമ്മയുടെ കഴുത്തറുത്ത് കൊല്ലുന്നു, മകൻ ആത്മഹത്യ ചെയ്യുന്നു, മുത്തച്ഛന്റെയും അമ്മയുടെയും കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നു, 5 പേരെ കൊന്നു തള്ളുന്നു ഒരു കുടുംബത്തിൽ, 3.5 വയസ്സുള്ള പെൺകുട്ടിയെ ഭീകരമായ പീഡനത്തിന് വിധേയമാക്കി പുഴയിലൊഴുക്കുന്നു. പ്രാകൃതമായ കൊലപാതകങ്ങളുടെ നാടായി കേരളം മാറുന്നു. 9 വർഷം പിന്നിടുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പരിതപിക്കുന്നു. മുഖ്യമന്ത്രി അടക്കം CPMന്റെ നേതാക്കൾ മുഴുവൻ പറയുന്നു, ഇന്ന് കേരളം രാസലഹരി മരുന്നിന്റെ പിടിയിലാണ്. ഞങ്ങൾ ചോദിക്കുന്നു, 2016 ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF ഗവൺമെന്റ് അധികാരം വിട്ടൊഴിയുമ്പോ അതിശക്തമായ നടപടികൾ സ്വീകരിച്ചിരുന്നത് കൊണ്ട് ലഹരി മരുന്ന് മാഫിയ നിയന്ത്രിക്കപ്പെട്ടിരുന്നു. 9 ബാറുകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് 900-ലധികം ബാറുകൾ കേരളത്തിൽ.
മദ്യവും മയക്കുമരുന്നും രാസലഹരി മരുന്നും കേരളത്തിൽ 9 വർഷക്കാലം കൊണ്ട് അതിൻ്റെ വിപണനം, വ്യാപനം കേരളത്തിൻ്റെ വളർന്നു വരുന്ന പുതിയ തലമുറയുടെ ബൗദ്ധിക ശേഷിയെപ്പോലും തകർക്കുന്ന നിലയിൽ, കേരളത്തിൻ്റെ സമസ്ത പുരോഗതിയെയും തകർക്കുന്ന നിലയിൽ ഈ കേരളം മാറി. പറഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് തോന്നും ഈ രാസലഹരിയൊക്കെ കൊടുക്കുന്നത് ബിവറേജസ് വഴിയും ബാർ വഴിയാണെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ബാറിൽ കയറിയിട്ട് നോക്കാം രാസലഹരി വല്ലതും അവിടെ കിട്ടുമെന്ന്. ഈ 9 ബാർ 900 ബാർ ആക്കുന്നതിൻ്റെ പേരിലുള്ള അടിയിലാണ് കഴിഞ്ഞ സർക്കാരിന് തുടർഭരണം, ഉമ്മൻചാണ്ടി സർക്കാരിന് തുടർഭരണം കിട്ടാതെ പോയെന്ന് ഇദ്ദേഹത്തിന് അറിയാമല്ലോ. മാണിയും ബാർക്കോഴയും കേസും ഒക്കെ എല്ലാവരും പഠിച്ച കാര്യങ്ങളാണല്ലോ. ഇതൊക്കെ പറഞ്ഞ് ആൾക്കാരെ പറ്റിക്കാൻ എന്തിനാണ് പ്രേമചന്ദ്രൻജി നാവായിക്കുളത്ത് നിന്ന് ഇതുവരെ എത്തിയത്? ഈ 11 മിനിറ്റ് ഉള്ള ഗംഭീര പ്രസംഗത്തിൽ ഇദ്ദേഹം ലോകസഭാ അംഗമാണ്. കഴിഞ്ഞ 1 വർഷം ലോക്സഭാ മണ്ഡലം, കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യം ഇദ്ദേഹത്തിന് നിലമ്പൂർ ജനങ്ങളോട് വിശദീകരിക്കാമായിരുന്നു. കൊല്ലത്തെ ജനങ്ങൾ നിവർത്തി കെട്ടിട്ട് ഈ മുകേഷ് എന്നൊരാളായതുകൊണ്ട് മാത്രമാണ് താങ്കളെ ജയിപ്പിച്ചത്. തമ്മിൽ ഭേദം തൊമ്മനായതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് വോട്ട് തന്നത്. അല്ലാതെ കൊല്ലത്തെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടൊന്നുമല്ല. ഡൽഹിയിൽ ചെന്നിട്ട് ഡൽഹിയിൽ നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഭരണപക്ഷമായ BJP പറ്റിയിട്ട് ഈ 11 മിനിറ്റിലിടയ്ക്ക് ഒരു വാക്കെങ്കിലും നിങ്ങൾക്ക് പറയാൻ വായിൽ വന്നില്ലല്ലോ. ഈശ്വരോ രക്ഷതു.